ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കുളം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഒറ്റ നില വീടിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മുടെ സിറ്റിയിൽ നിന്ന് നമുക്കൊരു 15 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന അന്തിയൂർക്കുളം ജംഗ്ഷനിൽ എത്താൻ പറ്റും. ഈ കാണുന്ന വീട് നമുക്ക് വരുന്നത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുള്ള എലിവേഷനൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടാണ് നമ്മളപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ വീടിന് നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് സ്ലൈഡിങ്ങും ഒരു ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ തറയെ ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. 8x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് മോളിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത്. ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു മെയിൻ ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. മോളിൽ കണ്ടോ, ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പുറകിൽ PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മൾട്ടിവുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള TV യൂണിറ്റാണ് വരുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നമുക്ക് വിൻഡോയിലൊക്കെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇപ്പുറത്തൊക്കെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നമുക്കിവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. തറയിൽ നമുക്ക് ടെയിൽ കണ്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ടെയിലാണ് ഇട്ട് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് നല്ല മാച്ച് ചെയ്യുന്നൊരു ടെയിലാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ബെഡ്റൂം വരുന്നതിൽ ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും, പിന്നെ ഒന്ന് അതിൻ്റെ തൊട്ട് പുറത്ത് ഈ ഒരു ഭാഗത്തും, പിന്നെ നമുക്ക് അവസാനം വലത് ഭാഗത്ത് നമുക്ക് കിച്ചണും ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂമും, അങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മിററും ബാക്കിൽ PVC പാനൽ കൊടുത്തിട്ടുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കിച്ചൺ നമുക്ക് ആ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ ഡൈനിങ് ഏരിയയും കിച്ചണും കൂടെ നമുക്ക് 16x12 ഡയമെൻഷനിലാണ് വരുന്നത്. ഇപ്പോൾ കിച്ചൺ കണ്ടോ, ഇതാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 16x12 നമുക്കിവിടെ മൊത്തം ഡയമെൻഷൻ വരുന്നത്. മുകളിൽ നമുക്കിവിടെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. ബോർഡ് വർക്കിൽ തന്നെയാണ് നമുക്കിവിടെ ഫുള്ളും തന്നെ ഈ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ എല്ലാം തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള സ്പേസ് ഉള്ള ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. കാണാനും വൈറ്റും ഈ ഒരു കളറെല്ലാം കൂടെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കണ്ടോ, സ്റ്റോറേജ് സ്പേസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ ധാരാളം ഡ്രോസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കിച്ചനും ഡൈനിങ് ഏരിയയൊക്കെ വരുന്നത്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കയറി വരുന്ന ഈ ഭാഗത്താണ് നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. 2 വിൻഡോ ഒക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ ഷവർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് പല ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ മിററും ലൈറ്റിങ്ങും ബാക്കി എല്ലാ സംഭവവും ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. ഇതും സെയിം നമുക്ക് നേരത്തെ പറഞ്ഞ 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. മുകളിൽ ഇവിടെയും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് തന്നെയാണ് സീലിംഗിന് ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ആണ് വരുന്നത്.
നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പുറത്ത് ഉണ്ടാതെ ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ബാക്കി എല്ലാ ഫിറ്റിങ്സും സെയിം അതേപോലെ തന്നെ ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് ലാസ്റ്റത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് 10x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇതിൽ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇതായി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും. ഇവിടെയും നമുക്ക് സെയിം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ബാത്റൂമിൽ കണ്ട എല്ലാ സ്പെക്കും നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 45 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നമുക്ക് ലോണും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ളത്, ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വീടാണോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടായാലും അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തീർച്ചയായും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫാമിലിയിലാക്കെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനാക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ നല്ല വീഡിയോകളായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.